എൻ്റെ പേര് സന. ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റാണ്. സീരിയൽസ്, ഷോർട്ട് ഫിലിംസ്, ആർട്ട് ഫിലിംസ് ഇതിലൊക്കെ ചെറിയ അളവിൽ ഞാൻ ഡബ് ചെയ്ത് വരുന്നു. ഞാൻ കൊച്ചി, കോഴിക്കോട് നടന്ന ചുംബന സമരത്തിൽ ഞാനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. എൻ്റെ ഫാമിലിയിൽ എൻ്റെ പാപ്പ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡ് ആണുള്ളത്. മതപരമായിട്ട് ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് അതെൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. ശരിക്കും എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റേതായിട്ടൊരു വിശ്വാസമുണ്ട്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇസ്ലാം മതം, ഞാൻ മുസ്ലിമാണ് എന്ന് ഞാൻ പറയുന്നു. ഇനി ഇത് കേൾക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ പറയും മുസ്ലിമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണമില്ലെന്ന് വരെ വേണമെങ്കിൽ ചോദിക്കും. കാരണം ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, തലയിലൊന്നും തട്ടമിടാതെ ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണെന്നൊക്കെ പറയാൻ നാണമില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നെന്നിരിക്കും. അവർക്കുള്ളൊരു മറുപടി ഞാൻ പറയാം. സ്വയം തെറ്റ്, സ്വന്തമായിട്ട് ആരെന്ത് തെറ്റ് ചെയ്യുന്നു അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണത അല്ല. എന്നിലുള്ള വിശ്വാസം എൻ്റെ വിശ്വാസമാണ്. അത് എൻ്റെ മതത്തിനോടാണെന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ നീതി പുലർത്തിക്കോളാം. ഞാൻ തെറ്റ് ചെയ്യുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ അവകാശപ്പെട്ടവനുണ്ട് അള്ളാഹു. എന്നെ ശിക്ഷിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ പ്രൊഫഷണൽ പരമായിട്ട് എനിക്ക് ഇങ്ങനെ നടക്കണം, എനിക്ക് ഇങ്ങനെ പോയി വരാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ മറ്റുള്ളവർ, അതായത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള ആൾക്കാർ കാണുന്ന ഒരു രീതി എന്നിൽ ഒരു മോശപ്പെട്ടവളാണെന്നുള്ളൊരു കൺസെപ്റ്റോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ഒരു ധാരണ. പിന്നെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു പെണ്ണ് എന്നുള്ള നിലയിൽ, എനിക്കൊരു കുടുംബം എന്നുള്ളതിൻ്റെ നിലയിൽ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സംസാരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഉള്ളൊരു കാര്യമാണ്. ചുംബന സമരത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഞാൻ എക്സ്പ്രസ് മലയാളിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം എൻ്റെ ഒരു ചെറിയൊരു ബൈറ്റ് എക്സ്പ്രസ് മലയാളി എന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആസിഫ് അലി ഫാൻസ് 2 പെൺകുട്ടികളെ ട്രിവാൻഡ്രത്ത് മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അതിൽ നിരപരാധിയായ എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന്. അതിൽ ഒരു സ്റ്റാറ്റസ് ഒരു പെൺകുട്ടി ഇട്ടി, കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തൊരു കുട്ടിയാണ് സ്റ്റാറ്റസ് ഇട്ടു. അതിന് കമൻ്റായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ആസിഫ് അലി ഫാൻസ് അസോസിയേഷൻ എന്ന് അവകാശപ്പെടുന്ന ഒരു ടീം മുന്നോട്ട് വന്നിട്ട് അവർ ഈ പറഞ്ഞ കുട്ടിയെ അവളുടെ പുറകിൽ വന്ന് അവൾ പോലും അറിയാതെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളൊരു കൂട്ടം കുട്ടികൾ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു വിളി ഒച്ച കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കുട്ടിയെ പൊക്കി അടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ച കാണേണ്ടി വന്നു. ആ സമയത്ത് തന്നെ ഞാൻ പ്രതികരിച്ചു. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ പ്രതികരിച്ചു. അപ്പോൾ അവർ കത്തികാട്ടിയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായി. അങ്ങനെ ഞാൻ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ആരാടി ചോദിക്കാനെന്ന് പറഞ്ഞ ഒരു ചീത്ത വിളികളിലൂടെ എൻ്റെ തലമുടി കുത്തിനെ പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് എന്നെ ഒരുപാട് മർദ്ദിച്ചു, എന്നെ അടിക്കുകയൊക്കെ ചെയ്തു. ദൃക്സാക്ഷികൾ ഒരുപാടുണ്ട്. അത് കേസ് ഫയൽ ചെയ്തതാണ് അത് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ സ്റ്റേജ് ഷോകളിൽ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പല വട്ടങ്ങളിലായിട്ട് എനിക്ക് പല രീതിയിലുള്ള സദാചാര ഗുണ്ടായിസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസുകാരിൽ നിന്നായാലും എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു, എവിടേക്ക് പോയതാ, ബ്രൗഷർ എടുക്കുക എന്നാൽ നിങ്ങൾ എൻ്റെ തെളിവുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ ഞങ്ങളുടെ പുറകിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ പുറകെ, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നൊരു കുട്ടിയാണ്. ഞാൻ അങ്ങനെ ക്യാമ്പിലൊന്നും കിടക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പല വണ്ടികളും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നെ കടന്നാക്രമിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനൊരു വട്ടം പോലീസിൽ അതിനെക്കുറിച്ചും ഈ ആസിഫ് അലി ഇഷ്യൂ നടത്തുന്നതിന് മുന്നേ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നതാണ്. അങ്ങനെ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്. പലയിടങ്ങളിൽ നിന്നും വർത്തമാനത്തിലൂടെ ആയാലും ഒക്കെ എനിക്ക് വന്നിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ട് ഇരിക്കുന്നതും അങ്ങനെയുള്ള ഗുണ്ടായിസമാണ്. ഒരു പെൺകുട്ടി എന്നുള്ള ഒരു പരിഗണനയിൽ അപ്പുറമാണ് ഇപ്പോഴുള്ള എൻ്റെ അടുത്തുള്ള ഒരു കടന്നാക്രമണം എന്ന് വെച്ചാൽ. ആരെയും മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല. സദാചാര ഗുണ്ടായിസം നമ്മുടെ ഈ ഭൂമി മലയാളത്തിൽ തന്നെ വേണ്ട, അതില്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം, അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഞാനിന്ന് എന്ത് ഡ്രസ്സ് ധരിക്കണം, ഞാൻ എന്ത് സംസാരിക്കണം, ഞാൻ എവിടെ പോകണം, എവിടെ വരണം എന്നൊക്കെ ഉള്ളത് എൻ്റെ മാത്രം ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാനൊരു മുസ്ലിം കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നായാലും നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലായിടത്തും
മുസ്ലിം ഒരു കുട്ടിയായിട്ട് ഇതെന്തിനാണ് ഇവൾ ജീൻസും ടീഷർട്ടും ഇടുന്നത്, ഇവളെന്താണ് ഇങ്ങനെ ഇങ്ങനെ ആൺകുട്ടികളെ കണക്ക് നടക്കുന്നത്, ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ സാധാരണ ടൂ വീലർ അല്ലാണ്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ബൈക്ക് ഓടിച്ച് എന്തിനാണ് ഇവളിങ്ങനെ ബൈക്ക് ഓടിക്കുന്നത്, ആൺകുട്ടികളല്ലേ ബൈക്ക് ഓടിക്കുന്നത്, ഇവൾ ആണാണോ പെണ്ണാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും പല രീതിയിലും ഞാൻ ചില പ്രോഗ്രാംസിലൊക്കെ പോയി വരുമ്പോഴത്തേക്കൊക്കെ ശരിക്കും കുറച്ച് ഫീമെയിൽ ഇതായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ആൺകുട്ടികൾ തന്നെയാണ് പെൺവേഷം കെട്ടിയിട്ട് നമ്മുടെ സഹപ്രവർത്തകർ തന്നെയാണ് കോമഡി ഷോസിലൊക്കെ ഉള്ള ആൾക്കാർ. അവരുടെയൊക്കെ കൂടെ ചിലപ്പോൾ പെട്ടെന്ന് അവരൊക്കെ കാണുമ്പോൾ ഞങ്ങളൊരു അനിയത്തി കൊച്ചിനെ പോലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു നമ്മളൊരു ഹഗ് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുമ്പോൾ പൊതുവേ വന്ന് അങ്ങനെ എനിക്ക് കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഞാൻ ആൺകുട്ടിയാണെന്നുള്ള രീതിയിൽ എന്നെ എൻ്റെ ആവശ്യമില്ലാത്തടത്തൊക്കെ പിടിക്കുകയുണ്ടായി. ഞാൻ തിരിച്ച് പ്രതികരിച്ചു നല്ല രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതായത് സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. വ്യക്തി സ്വാതന്ത്ര്യം വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു കുട്ടിയാണ്. കാരണം എനിക്ക് എൻ്റേതായിട്ടൊന്നും ചെയ്യാനൊരു സ്വാതന്ത്ര്യം എനിക്ക് എവിടെയില്ല. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ മാത്രമാണ്, അവർക്ക് മാത്രമാണ് ഒരു എതിർപ്പില്ലാതെ ഒരു പ്രശ്നമില്ലാത്തത്. എന്നാൽ പോലും കുടുംബത്തിനകത്ത് നിന്ന് മറ്റുള്ള കുടുംബ അംഗങ്ങൾ, അതായത് നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ വീട്ടിൽ ഉമ്മ, അനിയത്തി, വാപ്പ, ഹസ്ബൻഡ് എന്നുള്ള ഒരു ഇത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പീഡനങ്ങളുണ്ട്. ശരിക്കും എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ എന്തായാലും ഞാൻ പഠിച്ചവനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ദീനിനനുസരിച്ചാണോ ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനീപരമായിട്ട് പർദ്ദയിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, പർദ്ദയൊന്നും ഇട്ട് അല്ല ഞാൻ നടക്കുന്നത്. ഇവിടെ ഈ തെറ്റ് ശരി മാത്രം ചെയ്തിരിക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. പല ആൾക്കാരിലും എൻ്റെ പൊതുവെ ഉള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ കാണുന്നതിലും ഞാൻ കേൾക്കുന്നതിലും എൻ്റെ ഒരു വിശ്വാസത്തിലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ആരും. പിന്നെ ഞാൻ ഈ ഇതുപോലെ വണ്ടി ഓടിക്കുന്നതായാലും എൻ്റെ ഡ്രസ്സായാലും എൻ്റെ പ്രൊഫഷണൽ പരമായിട്ടാണ്, എൻ്റെ ഒരു കംഫർട്ടും കൂടിയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിനെ ചോദ്യം ചെയ്യപ്പെട്ട് നമ്മുടെ സമുദായത്തിൽ നിന്നും പല രീതിയിലും വന്നിട്ടുണ്ട്. സമുദായത്തിൽ നിന്ന് വന്നത് എൻ്റെ ഏരിയയിൽ നിന്നായാലും എൻ്റെ പുറത്തുനിന്നായാലും. ഇപ്പോൾ ചുംബന സമരത്തിൽ കോഴിക്കോട് നടന്ന സമരം കഴിഞ്ഞതിന് ശേഷം 8-ാം തീയതി മുതൽ 7-ാം തീയതി കോഴിക്കോടുള്ള സമരം കഴിഞ്ഞു. 7-ാം തീയതി വൈകുന്നേരം മുതൽ തന്നെ ഭയങ്കരമായിട്ട് സമരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ തന്നെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള പല ആൾക്കാരും, പല മുസ്ലിം സംഘടനകളും എന്നെ അധിക്ഷേപിച്ചുകൊണ്ടിട്ട് അവരുടെ ഓഡിയോസ് എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് എന്നെ പച്ചയ്ക്ക് തന്നെ വൾഗാരിറ്റിയിൽ ചിത്രീകരിച്ചുകൊണ്ട് തെറി പറഞ്ഞ് അത്രയ്ക്ക് അസഭ്യം പറഞ്ഞുകൊണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ എന്നെക്കുറിച്ച് കേൾക്കാനിടയായി. പക്ഷേ ഞാൻ റിയാക്ട് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് ഡയറക്റ്റ് വരാത്തത് കൊണ്ടിട്ട് ചുംബന സമരത്തെ ഒരുപാട് ആൾക്കാർ എതിർക്കുന്നു എന്നറിയാം. അത് സമരം എന്താണ്, സമരത്തിൻ്റെ മുറ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കാരണം ഒരുപാട് ആൾക്കാർ എതിർക്കുന്നതാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ ഈ സമരത്തെ അനുകൂലിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, സദാചാര ഗുണ്ടായിസം ഈ നാട്ടിൽ നിന്ന് അവസാനിപ്പിക്കാം. ചുംബനം എന്ന് പറയുന്നത് സമരത്തിൻ്റെ ഒരു മുറ ആയതുകൊണ്ടിട്ട് അത് ആയതുകൊണ്ടിട്ട് മാത്രം ഞാനൊരു പെൺകുട്ടിയാണ് 2 സമരത്തിൽ ഉപയോഗിച്ചത്. അതിനെ ചൊല്ലിയിട്ട് തന്നെ ഞങ്ങളുടെ ഇസ്ലാമിൽ, അതായത് മുസ്ലിമിൻ്റെ നമ്മുടെ മതത്തിൽ ഒരു ലെസ്ബിയൻ കൂട്ടായ്മയാണോ ഈ കാമവെറിയോടുകൂടി പെൺകുട്ടികൾ കാണിക്കുന്നത് എന്ന് എന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഞങ്ങളുടെ മതത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അവസാനം ഏഷ്യനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ എംബ്ലം വെച്ചിട്ട് ലോഡ്ജിൽ അനാശാസ്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അറസ്റ്റ്, തിരുവനന്തപുരത്തുകാരി ദിയാസനയാണ് 3 യുവാക്കൾക്കൊപ്പം പിടിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള വൃത്തികെട്ട ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അതിനെതിരായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു. കാരണം എനിക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും എൻ്റെ മാതാവ് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഏത് സമയത്ത് എവിടെ പോയി വന്നാലും അശ്ലീലമായിട്ട് ഒരു പേര് കേൾപ്പിച്ചുകൊണ്ട് വീട്ടിൽ വരരുത് എന്നുള്ളത്. അത് മുന്നേ ഉള്ളതാണ്. ഒരിക്കലും അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഇതുവരെയും ഈ നിമിഷം വരെയും ഞാൻ തെറ്റിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല. പക്ഷേ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. അതിൽ ഞാനിപ്പം ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. അത് ചെയ്തവരാരാണെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ കമ്മീഷണർ ഓഫീസിലും റൂറൽ SP ഓഫീസിലും ഞാൻ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്.
മനുഷ്യാവകാശ കമ്മീഷനിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷിക്കണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. എന്നാലും ഞാനൊരു ഇപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞു. ഇതുവരെയ്ക്കും എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു റെസ്പോണ്ട് കിട്ടിയിട്ടില്ല. ഈ ഏഷ്യനെറ്റിൻ്റെ ഫേക്ക് ലോഗോ വെച്ചിട്ട് ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അന്ന് 8-ാം തീയതി എടുത്തു നോക്കട്ടെ. അവർ ഏഷ്യനെറ്റുകാർ അങ്ങനെ ഒന്നും സംരക്ഷണം ചെയ്തിട്ടില്ല. ഏഷ്യനെറ്റുകാർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവത്തുമില്ല. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിൽ ഒന്നാണ്. ഇതെന്തായാലും അന്വേഷിക്കാൻ വേണമെന്ന് എൻ്റെ അടുത്ത് തന്നെ അവിടുത്തെ ചീഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാം മതത്തിൽപ്പെട്ട മറ്റ് പെൺകുട്ടികളെന്ന് പറയുന്നത് പ്രൊഫഷണലി പരമായിട്ടുള്ള ആർക്കും ഒരു പ്രശ്നമില്ല. അതായത് ഞാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്, ഒരു സിംഗറാണ്. അപ്പം അതൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു കൂട്ടത്തിലുള്ളവർക്ക് എന്നിലൊരു പ്രശ്നമില്ല. അതേസമയം പുറത്തുനിന്ന് കാണുന്ന പല പെൺകുട്ടികളും എൻ്റെ അടുത്ത്, എൻ്റെ കൂട്ടുകാരികൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സന ഇത് വേണമായിരുന്നു എന്നൊക്കെ. ഈ ചുംബന സമരം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നിർത്തിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ പണ്ട് മുതലേ കുഞ്ഞിലേ മുതലേ പാട്ടൊക്കെ പാടുന്ന ഒരു കുട്ടിയാണ്, സ്റ്റേജ് ഷോകളിലൊക്കെ. അപ്പം എൻ്റെ സ്കൂൾ തലത്തിലായാലും സബ് ജില്ല സ്റ്റേറ്റ് ലെവലിലൊക്കെ പല രീതിയിലുള്ള പീഡനങ്ങളും ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ചുംബന സമരത്തിൽ വരുന്നതിന് മുമ്പേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്ന് ഞാൻ ജനിച്ചു പോയത് കൊണ്ടിട്ട് എനിക്ക് പല പീഡനങ്ങളും വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മയും വാപ്പയും ഞങ്ങളെ ഒന്ന് മ്യൂസിക് പഠിപ്പിക്കാൻ പോലും അവർ നിന്നിട്ടില്ല. കാരണം അത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോയി സാധാരണ പാട്ടൊക്കെ പാടി നമ്മുടെ സ്വന്തം ഇതിൽ പഠിച്ച് ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരെ പോലും അറിയിക്കാതെ രഹസ്യമായിട്ട് പോയി ഒരു മാഷിനെ കണ്ട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കോച്ചിങ് മേടിച്ചിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. സമൂഹത്തിൽ നിന്ന് അവൾ ആടിപ്പാടുന്നു, അവൾ ഡാൻസ് കളിക്കുന്നു, അവൾ ആട്ടവും പാട്ടുമാണ്. അത് അവർക്കൊരു കുറച്ചിലാണ്. നമ്മുടെ ഇസ്ലാം മതത്തിലുള്ളവർക്ക് പാട്ട് പാടുന്നതും ആടുന്നതും ഒക്കെ അവരനുശാസിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ലെവലിൽ പോയാൽ കുഴപ്പമില്ല. പണ്ട് എനിക്കൊരു സ്ഥലത്ത് നിന്ന്, ഞാൻ വ്യക്തിയുടെ പേരെനിക്കറിയാം, ഞാനത് പറയുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. കർണാടക സംഗീതം, ഞാൻ ക്ലാസിക് മ്യൂസിക് പാടി. ഞാനൊരു രൂപകതാളത്തിലുള്ള ഒരു കീർത്തനം പാടുമ്പോഴത്തേക്കും ഹിന്ദു മതത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായത് കാരണം, ഇതായത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ആ പാട്ട് പാടി ഇറങ്ങിയപ്പോൾ അവരെന്നെ ഒരുപാട് എന്നെ ഇൻസൾട്ട് ചെയ്തു ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. ഞാൻ അന്ന് മുതലാണ് എനിക്ക് ഫസ്റ്റിലെ എൻ്റെ പ്രൊഫഷണലിൽ തന്നെ എനിക്ക് അടി കിട്ടി തുടങ്ങിയ ഒരു ഇതെന്ന് പറഞ്ഞു. ശരിക്കും നല്ല രീതിയിൽ പുറത്തിറങ്ങിയിട്ട് നാണമില്ലേ, നിൻ്റെ ഉമ്മ നിന്നെ വളർത്തുന്നത് ഇങ്ങനെയാണോ എന്നൊരാൾ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ ഒരു കലയെ ബഹുമാനിക്കുന്നത് കൊണ്ടിട്ടും അവിടെ ഞാൻ ജഡ്ജ്മെൻറ്റ് കാത്തിരിക്കുകയാണ്. അവിടെ ഒരു ഇഷ്യൂ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടിട്ടും അവിടെ ഞാൻ പ്രതികരിക്കാതെ മിണ്ടാതിരുന്നു. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രൈസ് ഉണ്ടായതിനു ശേഷം ഞാൻ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്തു. പക്ഷേ ചോദ്യങ്ങൾ വന്ന രീതിയാണ്. അങ്ങനെ ആണ് ചുംബന സമരം എന്ന് പറഞ്ഞത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷണലായാലും നടക്കുന്നതായാലും ഇരിക്കുന്നതായാലും ഞങ്ങളുടെയൊക്കെ പരിസരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റിലും ഒളിഞ്ഞു നോട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും വീടിൻ്റെ ചുറ്റിലും ഞങ്ങളുടെ ആൾക്കാരെ തന്നെ ഞങ്ങൾക്ക് അത്രയ്ക്കും ഭയമായിരുന്നു. തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് റോങ് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. ജംഗ്ഷനിൽ ഞാൻ ഒരാളെ വിളിച്ചു വരുത്തിയതാണ് മനഃപൂർവ്വം. കാരണം എൻ്റെ ഫോണിൽ ഭയങ്കര നിരന്തര ശല്യമായത് കാരണം ഞാൻ എവിടുത്തെ ആളാണ് എന്താണെന്ന് പോലും അറിയില്ല അയാൾക്ക്. അന്ന് ഞാൻ ആ ചെക്കനെ അടിക്കുകയൊക്കെ ചെയ്തു. ജംഗ്ഷനിട്ട് ഞാൻ അടിച്ചു ആ ചെക്കൻ. അവന് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തണം. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ഒരുപാട് ആൾക്കാരെൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നെ കൈ കയറി പിടിക്കാൻ വന്നു. നിനക്ക് എവിടെ നിന്ന് എൻ്റെ നമ്പർ കിട്ടി, നിന്നെ ആരാണ് ഇങ്ങനെ പറഞ്ഞു വിട്ടത്, നിന്നോട് എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞേക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം അയാൾ സംസാരിക്കുന്നതിൽ മൊത്തം ഞാനൊരു മോശപ്പെട്ട പെണ്ണാണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. അതുകൊണ്ടിട്ട് മനഃപൂർവ്വം ഞാനായിട്ട് വിളിച്ചു വരുത്തിയാണ്. ചുംബന സമരം നടന്നതിന് ശേഷം കൊച്ചിയിലത്തെ മറൈൻ ഡ്രൈവിൻ്റെ ഇഷ്യൂവിന് ശേഷം ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ഒരുപാട് കോൾസ് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. രാഹുൽ പശ്പാൽ, രശ്മി ഇവർ മാത്രമല്ല, സോഫ് ലവിൻ്റെ ഓർഗനൈസായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും 75ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു കൂട്ടായ്മയാണ്, ഒരു സംഘടന എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞിട്ട് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ. 2011 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ. ഇതിനകത്ത് അവരവരുടെ ഇഷ്ടങ്ങളും അവരവർക്ക് എന്ത് വേണമെന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യങ്ങളും എല്ലാം എഴുതി പോസ്റ്റ് ചെയ്യലായിരുന്നു ഞങ്ങളുടെ ഇതിനകത്ത് ഇത്രയും നാൾ കണ്ടുവന്നത്. ഒരുപാട് 2-3 ലക്ഷം വ്യൂവേഴ്സിലപ്പുറം ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് അനുകൂലിച്ചു, പ്രതികൂലിക്കുന്ന ആൾക്കാരുണ്ട് പലതും. അപ്പോൾ അത്രയും നാളായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഡൗൺ ടൗൺ ഇഷ്യൂ കോഴിക്കോട് വന്ന സമയത്ത്
ഫാമിസ് ഹാഷിം എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ടായിരുന്നു. ഈ ഫാമിസ് ഹാഷിം എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, നമുക്കൊരു സമരമുറ എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടാ, എന്തുകൊണ്ട് അത് ചുംബന സമരം എന്നിട്ടൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒന്ന് ചിരിച്ചു, ഞങ്ങളൊക്കെ തന്നെ സ്വയം ചിരിച്ചു ഈ ചുംബന സമരം കേട്ടപ്പോൾ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നു. ചുംബനം എങ്ങനത്തെ ചുംബനമാണ് ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് അവരവർക്ക് അവരവരുടെ രീതിയിലുള്ള ചുംബനം, വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് വേണം. അത് പലയിടത്തും ഇപ്പം അമേരിക്കൻ കൺട്രീസിലൊക്കെ അത് ലിപ് ലോക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടും, ഇപ്പം നമ്മുടെ മുംബൈയിൽ തന്നെ ഓപ്പൺ ആയിട്ടൊക്കെ അത് കാണിച്ചു വരുന്നുണ്ട്. അപ്പം അവരുടെ ഇഷ്ടം, ഇപ്പം കേരളത്തിലായാൽ എന്താ അവരുടെ ഇഷ്ടം, ഏത് രീതിയിലുള്ള കിസ്സായാലും ചെയ്തൂടെ എന്ന് പല ആൾക്കാരും ചോദിച്ചു. എൻ്റെ ഒരു അജണ്ടയിൽ, എൻ്റെ ഒരു ഇതിൽ ലിപ് ലോക്കിനെ അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്ന പല രീതികളുണ്ട്. ഇതൊക്കെ വഴിപിഴച്ചതിൽ പുറത്ത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഇതൊക്കെ ഒരു നെഗറ്റീവ് പാഠമല്ലേ എന്നൊക്കെ ഉള്ളത്. എനിക്ക് ഒരു മോനുണ്ട്, വളർന്നു വരികയാണ്. അപ്പോൾ ലിപ് ലോക്കിങ് എന്ന് പറയുന്ന ഒരു കിസിന് ഞാൻ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആളുടെയും കാര്യമാണത്. പിന്നെ ഞാൻ ചെയ്തോ എന്ന് ചോദിച്ചാൽ അത് ഒരു ആൺ പെൺ ലിപ് ലോക്കിങ് മറ്റുള്ളവർ കാണുന്നത് എൻ്റെ ഒരു ഇതിൽ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല. അതൊക്കെ അവർ ചെയ്യുന്നതിൽ എന്താ തെറ്റെന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല. ഞാനൊരു ആൺകുട്ടിയെ സാധാരണ രീതിയിൽ പോലും ഒരു സമരമുറയായിട്ട് ചുംബിക്കുകയില്ല. ഞാൻ 2 സമരത്തിലൊരു പെൺകുട്ടിയെ ചുംബനം എന്ന് പറയുന്നത് സമരമുറ ആയതുകൊണ്ട് മാത്രം, ഈ സമരം ചെയ്യണമെങ്കിൽ അവർ ചുംബിച്ചില്ല എന്നുള്ളതായതുകൊണ്ടിട്ട് ഞാൻ ചുംബിച്ചു. ഇതൊരു സമരമുറ ആയതുകൊണ്ട് മാത്രം ഞാൻ ചുംബിച്ചു. അത് പബ്ലിക്കായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ചുംബിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിനോട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത ചുംബനത്തിനോടും ഞാൻ ചെയ്ത സമരത്തോടും എനിക്ക് യാതൊരുവിധ കുറ്റബോധമോ തെറ്റോ ആയിട്ട് ഇതുവരെയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ അഥവാ ഇനി ഒരു സമരത്തിൽ പങ്കെടുത്താൽ എറണാകുളത്തെ ചുംബന സമരത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട, എന്നെ അറസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് വിട്ടയച്ചായിരുന്നു. പോലീസുകാർ കുറച്ചിങ്ങനെ തള്ളി അകത്ത് കയറ്റി കൊണ്ടുപോയി. അപ്പം അത് സ്റ്റേഷൻ്റെ ഉള്ളിൽ കൊച്ചിയിൽ നിന്ന് അങ്ങനെ പീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസുകാർ നല്ല രീതിയിൽ തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിട്ടയച്ചു. ഞങ്ങളയാൾക്ക് നമ്മുടെ തന്നെ ആൾജാമ്യത്തിൻ്റെ പുറത്ത് നമ്മളെല്ലാവരെയും വിട്ടയച്ചു. കോഴിക്കോട് നടന്ന ഇഷ്യൂവിൽ ഞങ്ങളിവിടുന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ ആയിട്ട് കുറച്ച് ടീമുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും അവിടെ ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങൾ നടന്നു തുടങ്ങിക്കഴിഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഉമ്മ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറി ഞങ്ങളങ്ങ് പോയി. കാരണം അവിടെ പോലീസിന്റെ അടുത്തോട്ട് കയറി ചെന്ന് അവിടെ ഇടിമേടിച്ച് അറസ്റ്റ് ചെയ്യും. എന്നാലും അവർ അത്രയും സംഭവിക്കുന്നുള്ളൂ അവിടെ, അതിലപ്പുറം ഒന്നുമില്ല. അപ്പം നമ്മളെങ്കിലും പുറത്ത് വേണമല്ലോ ഉള്ളിലുള്ളവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ നമ്മളവിടെ സമരം നടത്തിയ ഉടനെ തന്നെ അപ്പം തന്നെ വണ്ടിയിൽ കയറി നമ്മളവിടെ നിന്ന്. കാരണം അത്രയ്ക്ക് മൃഗീയമായിട്ടുള്ള മർദ്ദനങ്ങളായിരുന്നു അവിടെ നടന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ എനിക്ക് നേരിടുന്നതും ഞാൻ മതത്തിൻ്റെ മുമ്പിലാണ്, എൻ്റെ മതപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിലാണ്. മതം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് ശത്രുവാക്കാൻ പറ്റില്ല. മതത്തെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മതം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മതത്തിൻ്റെ മൊറാലിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടിട്ട് കാണിക്കുന്ന ചില ആൾക്കാരുടെ പ്രവണതകൾ, അതായത് സമൂഹത്തിന് മുമ്പിലുള്ള പല ആൾക്കാരുടെയും ചോദ്യങ്ങൾ, ഒരുപാട് മതപ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോഴും ചുംബന സമരത്തിനെ കുറിച്ചും ഇതിനു മുമ്പ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അസ്മിയ ആഷിൻ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി. എനിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ആ കുട്ടി ആയിരിക്കണം, തലശ്ശേരിയിലുള്ള കുട്ടിയെ അറിയായിരിക്കും. മാഹിലത്തെ പെൺപിള്ളേരെ കണ്ടെക്കാന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ക്രിയേറ്റ് ചെയ്തത് ആ കുട്ടിയാണ്. അപ്പം ഈ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നേരിട്ട ഒരു കുട്ടിയാണ് ആ കുട്ടി. അതെനിക്ക് പറയേണ്ടി വരുന്നു, ഇപ്പോൾ ഓർമ്മ വന്ന് പറയണത്. ആ കുട്ടി നമ്മുടെ ഒരുപാട് മതപണ്ഡിതന്മാർ, പേരുകൾ പറയുന്നില്ല, ഒരുപാട് പണ്ഡിതന്മാർ സ്റ്റേജിൽ പ്രസംഗിക്കുന്നു. മാഹിലത്തെ പെൺപിള്ളേരെ കണ്ടിക്ക, ചൊക്ലീത്തെ പെൺപിള്ളേരെ കണ്ടിട്ടെങ്കിൽ ഈ തലശ്ശേരിക്ക് വാന്ന് വിളിക്കുന്നത് വൃത്തികെട്ട എന്തോ കാര്യത്തിനാണ്. ആ പാട്ട് മുഴുവനും കേട്ടിട്ട് പോലും. അപ്പൊ ഒരു മുസ്ലിമായ പെൺകുട്ടി ഇങ്ങനെ ആണുങ്ങളെ അവിടെ വാ ഇവിടെ വാ എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര വൃത്തികെട്ട ഒരു പ്രവണത അല്ലേ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിക്ക് ഒരുപാട്, ആ കുട്ടിയുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ എന്നെക്കാട്ടിലും കൂടുതലായിട്ട് സാധാരണ രീതിയിൽ നിന്നുകൊണ്ട് കേട്ടത്, ഒരു ആർട്ടിസ്റ്റിനെ എടുത്തിട്ട് പറയുന്നതല്ല, അല്ലാതെ നിന്ന് ഒരു LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഇപ്പോൾ ബാംഗ്ലൂർ ചെയ്യുന്നവള്. ആ കുട്ടിയുടെ ഒരു ലൈഫ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഞാൻ എന്നെക്കാട്ടിലും കേട്ടത്, എന്നാലും ഇത്രയും എന്നെപ്പോലെ വന്നിട്ടില്ല, എന്നാൽ പോലും എല്ലാ മതപ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പിന്നെ നമ്മുടെ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുമെന്ന്. അതായത് ഒരു സ്റ്റേജിന് 40,000 50,000 രൂപ അവർ പ്രതിഫലം മേടിച്ചു കൊണ്ടിട്ട് മറ്റുള്ളവരെ കുറിച്ച് ഈപത്തുകേടും അല്ലെങ്കിൽ നടന്നോട്ടെ എന്ത് നടന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഒരിക്കലും പറ്റില്ല. നമ്മൾ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ പോലും പെൺകുട്ടികൾ കാണിക്കുന്ന കാമക്കൂത്ത് എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടികൾ കാണിച്ച കാമക്കൂത്ത് എന്ന് പറയുന്നത് അതിനകത്ത് പെൺകുട്ടികൾ പരസ്പരം ചുംബിക്കുന്നത് ഞാനും വേറൊരു കുട്ടിയും ഉമ്മ വെക്കുന്ന ഒരു സീൻ മാത്രമേ എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ചാനലുകളിലൊക്കെ. അത് തന്നെ ആയിരിക്കണം, വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ഉപദ്രവിക്കണമെന്നുള്ളത് കൊണ്ടിട്ടാണല്ലോ ഈ പറഞ്ഞ ഗുണ്ടായിസം കാണിക്കുന്ന ആൾക്കാർ ഉപദ്രവിക്കുന്നത്. നമ്മൾ ഉപദ്രവിക്കരുതെന്ന് നമ്മളാരും ഉപദ്രവിക്കുന്നില്ല, അതുകൊണ്ടിട്ട് ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നത്. അത്രേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ മതത്തെ ശത്രുപക്ഷത്തായിട്ട് കാണുന്നില്ല. എൻ്റെ മതം എൻ്റെ ഉള്ളിലുള്ളതും എൻ്റെ മനസ്സിലുള്ളതും എൻ്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്നതാണ് എൻ്റെ മതം എന്ന് പറയുന്നത്. മതത്തെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പക്ഷെ മതം അനുശാസിക്കുന്ന നിയമം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ മതത്തിനുള്ളിലുള്ള പലതും ധിക്കരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എൻ്റെ പ്രൊഫഷണൽ പരമായിട്ട് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടുപോകുന്നതിൻ്റെ ചില തെറ്റുകുറ്റങ്ങൾ എനിക്ക് ഉണ്ടാവുമായിരിക്കും. അത് എനിക്ക് തിരുത്തേണ്ട സമയമാകുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരുത്തുമായിരിക്കും.